ഇന്ദിരാഭവനിലേക്ക് പോകാം. മാർഷൽ വി സെബാസ്റ്റ്യൻ ഉണ്ട്. മാർഷൽ, നിയമസഭാ കക്ഷിയോഗം 1 മണിക്കുണ്ടാകില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. ദേശീയ നേതാക്കൾ എത്തേണ്ടതുണ്ട്. ദേശീയ നേതാക്കൾ 1 മണിയോടുകൂടി തലസ്ഥാനത്തെത്തും എന്ന നില ഇപ്പോഴില്ല. ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വസതിയിലാണ് KC വേണുഗോപാൽ. അപ്പോൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആണെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നത് വൈകും. അതനുസരിച്ച് നിയമസഭാ കക്ഷിയും വൈകും. ടെൻഷൻ വർദ്ധിക്കുകയാണ്. എന്താണ് കേരളത്തിലെ നേതാക്കളുടെ മനോഗതം? എനിക്കിപ്പോൾ ഒരു വിവരം വരുന്നുണ്ട്. അത് ഫ്ലൈറ്റ് 4 മണിക്ക് എത്തൂ എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സ്വാഭാവികമായിട്ടും ബാലു അവിടുന്ന് റിപ്പോർട്ട് ചെയ്തത് നിയമസഭാ കക്ഷികളുടെ യോഗം 1 മണി എന്നുള്ള സമയം നീട്ടിവെക്കാമെന്നുള്ളത്. 2 കാര്യങ്ങളുണ്ട് അതിൽ. ഇങ്ങനെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് വരാൻ വൈകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിയുക്ത MLA-മാരുടെ യോഗമൊക്കെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ലോക് ഭവനുമായിട്ട് ഇപ്പോൾ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഗവർണർ ഇവിടെ ഇല്ല. അവർക്ക് ഇത് സംബന്ധിച്ചുള്ള സത്യപ്രതിജ്ഞ സംബന്ധിച്ചുള്ള യാതൊരുവിധ വിവരങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം തമിഴ്നാട്ടിലാണ്. അദ്ദേഹം ഇനി ഇന്ന് എത്തുകയേ ഉള്ളൂ. അദ്ദേഹം വന്നതിന് ശേഷം എന്ന് നടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സൂചന ലോക് ഭവന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് പ്രഖ്യാപനം ഉണ്ടായാൽ തന്നെ അത് എന്നിനെയും സത്യപ്രതിജ്ഞ നടക്കും എന്നുള്ളതാണ്. ഇപ്പോഴും ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് സംബന്ധിച്ചൊരു തീരുമാനമില്ല. അപ്പോൾ നമുക്കിപ്പോൾ മറ്റൊരു വിവരം വരുന്നത് ദീപാദാസ് മുൻഷി 2 ഒബ്സർവർ മാത്രമേ ഈ ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ KC ഇല്ലേ എന്നൊക്കെയുള്ളൊരു സംശയമുണ്ട്. അതല്ല, മറ്റൊരു വിവരമുണ്ട്. അതിനകത്ത് നമ്മൾ ഈ മാധ്യമപ്രവർത്തകർ ഈ സമയത്ത് ജ്യോത്സ്യന്മാരാവുമല്ലോ, എല്ലാം നോക്കും, സമയം നോക്കും, അതുപോലെ തന്നെ നിമിത്തം നോക്കും, ബോഡി ലാംഗ്വേജ് നോക്കും. നമ്മൾ ട്രോളാറുണ്ട് ബോഡി ലാംഗ്വേജ് നോക്കി പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മറ്റൊരു വിവരം കൂടി ഉള്ളത്, ഡൽഹിയിൽ നിന്ന് KC വരുന്നത് ഒറ്റയ്ക്കാണ്. പക്ഷേ VD സതീശൻ വരുന്നത് കുടുംബസമേതമാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് വായിച്ചെടുക്കാം എന്നൊക്കെയുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ KC വരുമോ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ, അഥവാ KC ഒറ്റയ്ക്കാണോ? അതല്ല, VD സതീശൻ കുടുംബസമേതം വരുന്നു. പാർലമെന്ററി പാർട്ടി നേതാവ് ഗവർണറെ കണ്ട് സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കുമെന്ന് അമൽ റിപ്പോർട്ട് ചെയ്യുന്നു. ലോക് ഭവനുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസാരിച്ചിരിക്കുന്നു. ഗവർണർ ഇന്ന് മുഴുവൻ സമയവും ലോക് ഭവനിൽ ഉണ്ടാകുമെന്ന മറുപടി കിട്ടിയിട്ടുണ്ട്. അതായത് കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്താൽ കക്ഷി നേതാവ് ലോക് ഭവനിലേക്ക് പോയി മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും. ഇനി സത്യപ്രതിജ്ഞ തീയതി ഗവർണറുടെ കൂടെ സൗകര്യം അനുസരിച്ച് നിശ്ചയിക്കേണ്ടതാണ്. അത് നാളെയോ മറ്റന്നാളോ ആകാം. എന്തായാലും ഇന്ന് തന്നെ CLP ലീഡർ ഗവർണറെ സന്ദർശിക്കുമെന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു.